ഞാൻ എൻ്റെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു തറവാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞങ്ങൾ എത്തിയ ആ ഹാള്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യം, എൻ്റെ ആദ്യ കാലങ്ങളിൽ എൻ്റെ ടീഷർട്ട് മേൽ നോക്കിയാൽ മതി BNI എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ ഒരു സംഘടനേൻ്റെ ഒരു മെമ്പറാണ്. ഞാൻ അതിൽ വലിയ അഭിമാനിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനത്തെ സ്ഥാപനത്തിലുണ്ടെന്ന് അവരും അഭിമാനിക്കുന്ന ഒരു സമയത്ത് 10-18 യൂണിറ്റുകൾ ഇന്നെ ആദരിച്ചും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സാധനം പൊട്ടുന്നത്. ഞാൻ അവിടുന്ന് ഞാൻ അനുഭവിച്ച വേദന, കാരണം എന്ന് പറഞ്ഞാൽ 1,500 ആൾ നിൽക്കുന്ന സമയത്തേക്കാണ് നിങ്ങളെല്ലാവരും കൂടി കയറി വരുന്നത്. അപ്പം ഞാൻ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിക്കിന്, കാരണം ഞാൻ പ്രതീക്ഷയില്ല ഇവരിങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നതും. അതുകൊണ്ടാണ്, കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനല്ലേ, നമുക്ക് അങ്ങനെ എന്താ പിടിച്ച് ചില ഇമോഷൻ ഇന്നെ കൊണ്ട് കഴിയൂല. അപ്പം എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ വണ്ടിക്ക് പേരിടും, ഓർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു പോയത്. അതിനും മാപ്പ് പറയുന്നു. നമ്മൾ അർജുൻ്റെ പേരിടണില്ല, അവർക്ക് വിഷമമുള്ളതുകൊണ്ട്. അതുകൊണ്ട് ആഗ്രഹം ഉണ്ടായിനും അത് ഇടണമെന്നില്ല. അല്ല മുബീൻ പ്രശ്നമില്ല. ചില മീഡിയാസിലേക്ക് ഇത്ര ഉള്ളതിനും, അതായത് ഇവിടെ ഇപ്പൊ ചോദിച്ച ആളുകൾ മാധ്യമ പ്രവർത്തനം മുതൽ ഇവിടെയുള്ള എല്ലാ അന്ന് ശിരൂരിലുള്ള മാധ്യമ പ്രവർത്തകരെന്നാണ് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നുള്ളത്. ഒരു പഞ്ചർ പീടികയിലായിരുന്നു കിടന്നുറങ്ങിയത്. ആ ചെങ്ങായി അവിടെ നിന്നതിന് നമ്മളെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യണ്ടോ. അപ്പോൾ ഓനിങ്ങനെ ഇടയ്ക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല. ഓൻ്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണം. വയറ് നിറവും ഭക്ഷണം കഴിക്കാതെ ഇനി ഓന് ഇത്രയും ദിവസം അവിടെ നിന്നത്. നമ്മളെന്തായാലും കൊടുക്കണ ഭക്ഷണമേ കഴിച്ചിട്ടുള്ളതിനും, അല്ലെങ്കിൽ നാട്ടുകാരും കൊടുക്കണ ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം ആ ചെങ്ങായ. അപ്പം നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അത് അമ്മേൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു, അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു, ഒരു നല്ലൊരു സെൻഡ് ഓഫ് കൊടുത്തു, അവനെ പറഞ്ഞേക്കാണ്. ഞാൻ അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവുകയാണെന്നാണ് പറയാൻ പോയത്. ഈ സെൻഡ് ഓഫിൻ്റെ ഇംഗ്ലീഷ് വേർഡ് യാത്രായപ്പ് എന്നാണ്, മലയാളം വേർഡ് യാത്രായപ്പാണെന്നാണ് എൻ്റെ നോളജ്. ഒരു യാത്രയപ്പ് അവനക്ക് കൊടുക്കണ്ടേന്ന് ഈ നിങ്ങൾ പിന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ പറയും. ഒരുത്തന് മയം വെയിലും കൊണ്ടിട്ട് നിന്നല്ലേ, അപ്പം നമ്മൾ ഒരു ഭക്ഷണം കൊടുത്തു. അതിന് ഞാൻ ഒരു സെൻഡ് ഓഫ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചു. അത് തെറ്റാണോ? ഇപ്പം അത്ര വലിയ തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല. അതെ, ചെറിയ വിഷയങ്ങളാണ്. സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ വിഷമത്തോട് യോജിക്കുന്നു. പല ആളുകളും മനാഫ്ക പറഞ്ഞിട്ടാന്ന് വിചാരിച്ചിട്ട് അവരെ ആക്രമിക്കുന്നുണ്ട്. അത് നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിൻ്റെ ഉദ്ദേശശുദ്ധി പോയിപ്പോണ്ട് പല ചോദ്യങ്ങളിലും. വേണ്ട മതി, അത് കാര്യങ്ങൾ കൺക്ലൂഷൻ. ഇത്രയൊക്കെ തന്നെ നമ്മളുള്ളൂ. അല്ല അതിലേക്ക് അത് നമ്മളിപ്പോൾ അതിലേക്ക് പോവുകയാണ്. ഇനിയൊന്നും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നുമില്ലല്ലോ. ഇത്രേ ഉള്ളൂ. നമ്മൾ ചോദിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. നമ്മൾ നിർത്തിക്കാളണോ ഇതെന്തിന്? ഓക്കെ ഓക്കെ നല്ല കാര്യമാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് പ്രോവോക്കാവും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു വിഷയം വരും, വിഷമം വരും. ഇത് നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ ഇതോട് കൂടി നിർത്തുകയാണ്. ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളായിട്ട് ചില എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർജുൻ്റെ മാറ്റർ തീർന്ന്. ഇനി നമ്മളെന്താ പറഞ്ഞാൽ അർജുനെ എന്താ പറയുക, നമ്മൾ മാർക്കറ്റ് ചെയ്യാനോ മറ്റുള്ളതല്ല. അർജുൻ ഈ ലോകത്തു നിന്ന് പോയി. പക്ഷെ നമ്മൾ അർജുനിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു പാഠങ്ങളുണ്ട്. അതുണ്ട്. അത് സമൂഹത്തിൽ എത്തിക്കേണ്ട ഒരു കടമ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അർജുൻ കഴിഞ്ഞ് ഇനി അടുത്തത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മളെ സ്ഥാപനവും വീടും ഇതിനൊക്കെ കുറേ ആൾ. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. ഇനി അർജുൻ്റെ വിഷയം നമ്മളെ സംബന്ധിച്ചോളം കഴിഞ്ഞ്. ഇനി ദയവ് ചെയ്തിട്ട് ആരും എന്താ പറയുക അർജുൻ്റെ വിഷയത്തിൻ്റെ പേരിൽ ആ കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്യണ്ട. അവരെ വിട്ടുകളാ എല്ലാവരും. നമുക്ക് ഇത് ഞാൻ 2 പ്രാവശ്യം അവർക്ക് വേണ്ടി മാപ്പ് പറഞ്ഞാണ്. ഇനിയും വേണമെങ്കിൽ അതെ, നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചതാണ് 2 പ്രാവശ്യം മുന്നേ
ഇനിയിപ്പോൾ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ ഒരുക്കും വേണ്ടിയിട്ട് ഇതാവാ. നമ്മളെ അർജുനല്ലേ, ആരും ആ കുടുംബത്തിന് ഇനി ആക്രമിക്കണ്ട. അത് അവർക്ക് എന്താ പറഞ്ഞാൽ, എന്തെങ്കിലും പ്രയാസപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ സമൂഹം വീണ്ടും കുറ്റക്കാരാവും. ആ